ഹായ് നമസ്കാരം. എല്ലാവർക്കും വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബഡ്ജറ്റ് വീടുകൾ അന്വേഷിച്ച് ധാരാളം ആളുകൾ നമ്മളെ വിളിക്കാറുണ്ട്. ഇന്ന് അത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് വീടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ചെയ്യാനായിട്ട് നമ്മളെത്തിയിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിയിലാണ്. 4 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 3 ബെഡ്റൂമുള്ള വീട്. 2 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അതിലൊരു വീട് ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി ഒരു വീട് അവൈലബിൾ ആണ്. നമുക്ക് ആ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊന്ന് നോക്കിയാലും. ഈ വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന വീട്. 2 വീടുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഒരു വീട് ഓൾറെഡി സോൾഡ് ഔട്ടാണ്. ഇനി ഈ വീടാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4 സെൻറ്റ് സ്ഥലത്താണ് വീട് വരുന്നത്. 1500 സ്ക്വയർ ഫീറ്റുള്ള 3 ബെഡ്റൂം വീട്. പൂക്കാട്ടുപടി ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് ഈ വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. മെയിൻ ബസ് റൂട്ടിലേക്ക് വരുന്ന ദൂരം ഏകദേശം ഒരു 500 മീറ്റർ താഴെ മാത്രമാണ്. 2 വീടുകൾക്ക് കൂടി ഇവിടെ ഒരു കോമൺ കിണറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ധാരാളം വെള്ളം ലഭിക്കുന്ന ഏരിയയിലാണ് ഈ വീടുള്ളത്. വീടിൻ്റെ മുന്നിലായി വരുന്നത് ഈ കാണുന്ന റോഡാണ്. ഇൻ്റർലോക്ക് ചെയ്തിട്ടില്ല. അവിടെ ഒരു പ്ലോട്ട് കൂടി ഉണ്ട്. നമുക്ക് അവിടെയും വീട് നിർമ്മിക്കാനുള്ളതാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന എൻട്രൻസ് ഇതാണ്. ഇവിടെ നിന്നൊരു 10 മീറ്ററാണ് ടാർ റോഡിലേക്കുള്ള ദൂരം വരുന്നത്. നല്ല മനോഹരമായിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വരികയാണെങ്കിൽ പൂർണ്ണമായും കോണ്ടംപററി ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് നമുക്കൊരു ഗ്രേ കളർ പെയിൻറ്റിങ് വർക്കുകൾ കാണാം. സെൻറ്റർ ഭാഗത്തായിട്ട് മുകൾ ഭാഗത്ത് വലിയ ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ വരുമ്പോൾ സെൻറ്റർ ഭാഗത്തായിട്ടാണ് കാർ പോർച്ച് വരുന്നത്. പുറത്ത് ഒരു കിണർ. അങ്ങനെയൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. വീടിൻ്റെ മതിൽ കുറച്ച് വർക്ക് കൂടി തീരാനുണ്ട്. മതിൽ ഇതാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു മതിൽ മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു സ്ലൈഡിങ് ഗേറ്റ് വരാനുണ്ട്. വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 2 വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ മിനിമം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. മുറ്റത്ത് വിരിച്ചിരിക്കുന്നത് ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ്. ഈ ഭാഗത്താണ് കവേർഡ് കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം സ്പേസ് ലഭ്യമായിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു ചെറിയ കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നല്ലൊരു വീടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. വീടിന് ചുറ്റും അത്യാവശ്യം നടക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്പേസ് അവൈലബിൾ ആണ്. ഇവിടെയെല്ലാം മെറ്റൽ വിരിക്കാനുണ്ട്. വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേ ഉള്ളൂ. ഈ വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഇതാണ് സിറ്റ് ഔട്ട്. സിറ്റ് ഔട്ടിൽ 2 സ്റ്റെപ്പ് നൽകിയിട്ടുണ്ട്. പുറത്തേക്ക് ഗ്രാനൈറ്റ് ആണ് സിറ്റ് ഔട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചെറിയൊരു സിറ്റ് ഔട്ട് മാത്രമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഇത് നൽകിയിട്ടുണ്ട്. ഒരു ഇരിപ്പിടം നൽകിയിട്ടുണ്ട്. അവിടെ ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് വരുന്നത്. താഴെ ഗ്രാനൈറ്റും നൽകിയിട്ടുണ്ട്. മെയിൻ ഡോറ് ഇതാണ്. ഒറ്റപ്പാളികളുള്ള മെയിൻ ഡോറാണ് വരുന്നത്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോറ് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടിളകളെല്ലാം ആഞ്ഞിലിയിലുമാണ് വരുന്നത്. വീടിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ലിവിങ് സ്പേസിലേക്കാണ് വരുന്നത്. നേരെ നോക്കുമ്പോൾ തന്നെ നമുക്കൊരു 3 പാളി ജനൽ അവിടെ കാണാം. അതുപോലെ തന്നെ ഒരു 3 പാളി ജനൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. താഴെ ഉപയോഗിച്ചിരിക്കുന്നത് വലിയ ടൈലുകളാണ്. 4x2 വെട്രിഫൈഡ് ടൈല് താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുകളിലേക്ക് വരികയാണെങ്കിൽ ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ ഇലക്ട്രിക് കണക്ഷൻ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കറണ്ട് ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് ലൈറ്റ് നമ്മൾ ഇടാത്തത്. താഴേക്ക് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു 4 പാളി ജനൽ, വലിയ ജനൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് ഏരിയ. ഇവിടെയും വലിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ള വലിയൊരു സ്പേസ് തന്നെയാണ് ഡൈനിങ് ഏരിയയ്ക്ക് വരുന്നത്. ഡൈനിങ് ഏരിയയിൽ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള ഓപ്ഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ വരുന്നത് ഇവിടെയാണ്. ക്ലോസ്ഡ് കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ കിച്ചൻ്റെ ഡോറ് നൽകിയിരിക്കുന്നു. വുഡും ഗ്ലാസും ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ഡോറാണ് ഇവിടെ വരുന്നത്. ഇതാണ് കിച്ചൺ. കിച്ചന് താഴെയും മുകളിലുമായിട്ട് കബോർഡുകൾ വരുന്നുണ്ട്. അലുമിനിയം ഫാബ്രിക്കേഷനിലാണ് കബോർഡുകൾ ചെയ്തിരിക്കുന്നത്. പ്രൊഫൈൽ ഹാൻഡിലുകളാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എൽ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത്. ഈ ഭാഗത്ത് സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരു കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. താഴെ ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ മരത്തിൻ്റെ ഡിസൈനിൽ വരുന്ന ടൈലുകളാണ്. വുഡൻ ഡിസൈനിലുള്ള ടൈല് നൽകിയിരിക്കുന്നു. കൂടാതെ ഈ വീട് വരുന്നത് ഒരു ഗാർഡൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ നമുക്ക് പുറത്തേക്കുള്ള വ്യൂ വളരെ മനോഹരമാണ്. സാധാരണ കുറേ ആളുകളെല്ലാം അങ്ങനെയുള്ള വ്യൂ ഉള്ള വീട് ചോദിക്കാറുണ്ട്. നല്ല മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് നോക്കുന്നത് ലഭിക്കുക. മുകളിലെ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ ഇതിൽ നല്ല വ്യൂ ആണ് കിട്ടുക.
വർക്ക് ഏരിയക്കുള്ള സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. അത് വേണമെങ്കിൽ വർക്ക് ഏരിയ ചെയ്തെടുക്കാവുന്നതാണ്. താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണുള്ളത്. നമുക്കിനി ആ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെയാണ് വാഷ് കൗണ്ടറിന് വേണ്ടിയുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എല്ലാം നിർമ്മാണം നടക്കുന്നതേ ഉള്ളൂ. ഇതാണ് താഴത്തെ നിലയിലുള്ള ബെഡ്റൂം. ഇവിടെ 3 വശത്തും ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല നാച്ചുറൽ ലൈറ്റ് വീടിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇവിടെ വലിയ വെട്രിഫൈഡ് ടൈല് തന്നെ കൊടുത്തിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് വന്ന ഓൾസീലിംഗ് വർക്കും നമുക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും ഒരുക്കിയിരിക്കുന്നത്. ബാത്റൂമിൻ്റെ ഡോറ് PVC ഡോറാണ് വരുന്നത്. അവിടെ ഒരു നല്ലൊരു കളറിലുള്ള PVC ഡോറ് വരുന്നുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഫിറ്റിങ്സുകൾ വന്നിട്ടില്ല, അതെല്ലാം ചെയ്ത് നൽകുന്നതാണ്. ഗ്ലോസി ഫിനിഷിലാണ് ടൈലുകൾ വരുന്നത്. അപ്പോൾ ഇത്രയാണ് താഴത്തെ നിലയിലുള്ള കാര്യം. നമുക്ക് മുകളിലത്തെ നിലയിലേക്കൊന്ന് പോകാം. സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് വരുന്നത്. സ്റ്റെപ്പ് ഹാൻഡ് റെയിൽ സ്റ്റീലിലാണ് ഒരുക്കിയിരിക്കുന്നത്. മുകളിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു 2 പാളി ജനൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് വരാം. അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ വരുന്നത്. വലിയ അപ്പർ ലിവിങ് സ്പേസ് ഒന്നുമല്ല, ഒരു ബഡ്ജറ്റ് വീടായതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് നമുക്കിവിടെ ലഭ്യമല്ല. എങ്കിൽ കൂടി ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്ന നല്ലൊരു വീടാണ്. നമ്മൾ ബാൽക്കണിയുടെ കാര്യം പറഞ്ഞിരുന്നു. യൂട്ടിലിറ്റി സ്പേസ് അല്ലെങ്കിൽ ബാൽക്കണി എന്നൊക്കെ പറയാവുന്ന ഒരു ഏരിയ ആണത്. ഇവിടെ കവർ ചെയ്ത് നൽകുന്നതാണ്. ഇവിടെ നിന്നുള്ള വ്യൂ വളരെ മനോഹരം. ഇവിടെ വെള്ളപ്പൊക്കമൊന്നും ബാധിക്കാത്ത പ്രദേശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. 2018 വെള്ളപ്പൊക്കമൊന്നും ഇവിടെ ബാധിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു ജനൽ വരുന്നുണ്ട്. സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ബെഡ്റൂം മുകളിൽ ഫോൾ സീലിംഗ് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം ഇവിടെയാണ് വരുന്നത്. ഇതാണ് ബാത്റൂം. ബ്ലൂ ഷെയ്ഡും വൈറ്റ് ഷെയ്ഡും വരുന്ന ഗ്ലോസി ആയിട്ടുള്ള വാൾ ടൈലുകളാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ നിന്നും ഈ ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് ബെഡ്റൂമിൽ നിന്നും ഒരു ബാൽക്കണിയിലേക്കുള്ള ആക്സസ് കാണാവുന്ന ബെഡ്റൂമിൽ നിന്നല്ല, അപ്പർ ലിവിങ് സ്പേസിൽ. ഇനി നമ്മൾ പോകുന്നത് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഇതാണ് 3ാമത്തെ ബെഡ്റൂം. ഇതും സ്പേഷ്യസ് ആണ്. 3 ബെഡ്റൂമും സ്പേഷ്യസ് ആണ്. ഇവിടെ ഒരു 3 പാളി ജനൽ, അതുപോലെ തന്നെ ഇവിടെയും ഫോൾ സീലിംഗ് വർക്ക് കാണാം. ഇവിടെയാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ടൈലുകൾക്ക് അല്പം വ്യത്യാസമുണ്ട്. ഗ്ലോസി ആയിട്ടുള്ള ടൈലാണ്. ഇതാണ് ബാത്റൂം. ബഡ്ജറ്റ് വീടുകൾ ആവശ്യപ്പെടുന്നവർക്ക് നല്ലൊരു വീടാണിത്. അത്യാവശ്യം 2 വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാവുന്ന ബഡ്ജറ്റ് വീടുകൾ ഇപ്പോൾ കിട്ടുക പ്രയാസമാണ്. നല്ലൊരു വീടാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് താഴെ പോയെന്ന് പറയാം. 6 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ഒരു നല്ല വീടിൻ്റെ വീഡിയോയാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയത്. വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പൂക്കാട്ടുപടിയിലാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട്. അതുപോലെ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് ഏകദേശം 3 കിലോമീറ്ററാണ് ദൂരം. നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 400 മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ആ ദൂരത്തിലുള്ള ഒരു വീട്. ഈ വീടിൻ്റെ വില 46 ലക്ഷം രൂപയാണ്. പക്ഷേ നെഗോഷ്യബിളാണ്. വീട് കാണാനും വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങൾ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.